കാരം താഴ്വാരം. രചന ബിജു കെ വി. ഗിരിധർ ശ്യാമിൻ്റെ കോളറിന് കയറി പിടിച്ചു. പെട്ടെന്ന് അംബിക പറഞ്ഞു, കുട്ടേട്ടാ വേണ്ട. ഗിരി മെല്ലെ ശ്യാമിൻ്റെ കോളറിന് പിടിവിട്ടു. എന്താ പേടിച്ചു പോയോ? ശ്യാം ഗിരിധരനെ നോക്കി ചോദിച്ചു. ഗിരി വണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, നീയൊക്കെ കാശിൻ്റെ ബലത്തിൽ സ്വന്തം അമ്മയെ വരെ മറക്കും. പക്ഷേ ഇതേ ഇങ്ങോട്ട് വേണ്ട. ഡാ ശ്യാമേ, വിട്ടേരടാ. ടീച്ചറെ നമുക്ക് നാളെയും കാണേണ്ടതല്ലേ? സിദ്ധാർത്ഥൻ ഭീഷണി കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ശ്യാം അപ്പോൾ പറഞ്ഞു, ഇനി എൻ്റെ വഴിക്ക് വന്നാൽ ടീച്ചറെ നിർത്തിക്കോ. എന്നിട്ട് ശ്യാം തിരിഞ്ഞു നടന്നു. ഗിരി വണ്ടിയിൽ കയറി ഓടിച്ചുപോയി. ശ്യാമും കൂട്ടുകാരും പുറകിൽ നിന്നും കൂക്കി വിളിച്ചു. അംബിക ഗിരിയെ സമാധാനിപ്പിക്കാനെന്നോണം തോളിൽ പിടിച്ചു. ഗിരി ജോലിക്കായി തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. പപ്പുമാഷ് സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് അയൽ വീട്ടിലെ ജമീല അങ്ങോട്ടേക്ക് കയറി വന്നത്. ഗിരിയെ ഇറങ്ങാറായോ? ദാ കുറച്ച് കടുമാങ്ങ, അവിടെ ചെന്നാൽ ഇതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് കടുമാങ്ങ കുപ്പി ലളിതാമ്മയെ ഏൽപ്പിച്ച് ജമീല ലളിതാമ്മയോട് ചോദിച്ചു, എവിടെയാണ് നമ്മുടെ ടീച്ചർ? അകത്തുണ്ട്, ഒരേ കരച്ചില എൻ്റെ കുട്ടി. ലളിതാമ്മ മറുപടി പറഞ്ഞു. എന്തിനാ ഇപ്പോൾ കരയണേ? ജോലിക്കല്ലേ പോണേ? ജമീല കൂട്ടിച്ചേർത്തു. പപ്പുമാഷ് ഗിരിയോട് ചോദിച്ചു, എല്ലാം എടുത്തു വെച്ചില്ലേ ഗിരി? ഇനി വല്ലതും മറന്നോ ആവോ? ഇല്ല, ഒന്നും മറന്നിട്ടില്ല, ഗിരി മറുപടി പറഞ്ഞു. ജമീല ഇടയ്ക്ക് കയറി ചോദിച്ചു, അവിടെ വെക്കാനും വിളമ്പാനും ആളുണ്ടാവുമോ? ഗിരി, ഉണ്ട്, അവിടെ എല്ലാ സൗകര്യവുമുണ്ട്. എന്നിട്ട് ലളിതാമ്മയോട് ചോദിച്ചു, അംബികയെ കാണുന്നില്ലല്ലോ, വിളിക്കമ്മായി. നീ തന്നെ വിളിക്ക്, ഞാൻ പറഞ്ഞു കുഴഞ്ഞു, ലളിതാമ്മ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും പപ്പുമാഷ് പെട്ടികളെല്ലാം പഴയ അംബാസഡർ കാറിൽ കൊണ്ടുവച്ച് എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ട്രെയിൻ കൃത്യസമയത്ത് വരും, നമുക്കിറങ്ങാം. അപ്പോഴേക്കും ഗിരി അംബികയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ പിടിച്ച് ഒരു കൈകൊണ്ട് അവളുടെ മുഖമുയർത്തി ചോദിച്ചു, എന്താ ഇത് കൊച്ചു കുട്ടികളെപ്പോലെ? ഞാൻ നാടുവിട്ടു പോവുകയാണോ? ജോലിക്ക് പോവുകയല്ലേ? കരഞ്ഞു കലങ്ങിയ മുഖമുയർത്തി. എന്നിട്ട് അവൾ ഗിരിയോട് ചോദിച്ചു, ഒരു ദിവസമെങ്കിലും കാണാതിരിക്കാൻ പറ്റുമോ കുട്ടേട്ട? അംബിക വിങ്ങിപ്പൊട്ടി. എല്ലാം ശരിയാണ്, പക്ഷേ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഏറിയാൽ 1 വർഷം. അത് കഴിഞ്ഞ് എൻ്റെ മോളെയും കൂട്ടി കുട്ടേട്ടൻ പറക്കില്ലേ അങ്ങ് ദൂരേക്ക്? അംബിക ഗിരിയെ വാരിപ്പുണർന്നു. ഇരമ്പിയെത്തിയ പുഴ കടലിൽ ലയിച്ച പോലെ അവർ പരസ്പരം മറന്ന് ചുംബനങ്ങളുടെ പെരുമഴ പെയ്ച്ചു. അംബികയുടെ കണ്ണുനീർ ഗിരിയുടെ ഷർട്ട് ആകെ നനയിച്ചു. ലളിതാമ്മ അവരുടെ പ്രണയത്തെ തടസ്സപ്പെടുത്തി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ദേ പപ്പുമാഷ് വിളിക്കുന്നു, പോകാൻ സമയമായി. ഇത് പറഞ്ഞ് ലളിതാമ്മ നടന്നു. ശരി ബാ എന്ന് പറഞ്ഞ് ഗിരി അവളുമായി പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് വരുന്ന അംബികയെയും ഗിരിയെയും നോക്കി പപ്പുമാഷ് ചോദിച്ചു, കഴിഞ്ഞോ പരിഭവം പറച്ചിൽ? ഗിരി, നമുക്ക് പുറപ്പെടാം. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വാ. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി.